എന്റെ പേര് പങ്കജനാഭൻ. ഞാന് കോഴിക്കോടാണ്. നാളെ റെയിൻ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ സന്തോഷിയായിട്ട് 2010 തൊട്ടുള്ള ബന്ധമാണ്. പക്ഷെ ആദ്യമായിട്ട് റെയിൻ ക്യാമ്പിലാണ് കണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തങ്ങളും ഈ പ്രവർത്തനമൊക്കെ നമ്മള് കുറെ ഒബ്സർവ് ചെയ്തതാണ്. അതില് എന്റെ ആശയങ്ങളല്ല എങ്കിലും എനിക്ക് അനുകൂലമായിട്ട് തന്നെ ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്റെ കാഴ്ചപ്പാടില് ഞാൻ എന്താണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയണോ? അതായത് ഞാന് ഒരു പ്രവാസിയായിരുന്നു. 10-25 വർഷം ബഹ്റിനിലായിരുന്നു, ഖത്തറിലായിരുന്നു, മറ്റു പല വിദേശ രാജ്യങ്ങളിലും. അങ്ങനെ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പിന്നെ ഞാനൊരു ഭൗതികവാദിയാണ്. ഭൗതികവാദിയിൽ തന്നെ മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുന്നതിൽ തന്നെ ഞാൻ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് ആണ്. അതും സന്തോഷിക്ക് അറിയാം. അപ്പോ പിന്നെ എനിക്ക് ഒരു ഭാര്യ, 2 കുട്ടികള്, 2 ആൺകുട്ടികളാണ്. അതിലൊരാൾ പുറത്ത്, ഒരാൾ തിരുവനന്തപുരത്താണുള്ളത്. 2 IT ഫീൽഡാണ്. വൈഫ് അന്ന് റെയിൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു, ശ്രീലത. പിന്നെ SBIയിലായിരുന്നു ബഹ്റിനില്. അങ്ങനെ ഇപ്പം റിട്ടയർഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് സന്തോഷിന്റെ ഒക്കെ ഭാഷണങ്ങളൊക്കെ കേട്ട് അങ്ങനെ കഴിയാനുള്ള ഒരു സമയമാണ്. അപ്പോ എന്റെ കാഴ്ചപ്പാടില് ഇദ്ദേഹം പറഞ്ഞ സ്പിരിച്വാലിറ്റിയോട്, ഞാനൊരു മെറ്റീരിയലിസ്റ്റ് ആണെങ്കിലും ഈ സ്പിരിച്വാലിറ്റിയോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തതാണെന്ന് പറയാം. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അടിസ്ഥാനത്തില് അതൊരു ഫങ്ഷണാലിറ്റിയെ കുറിച്ചാണ്. അതായത് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ജീവസംകാരണത്തിന്റെ എല്ലാത്തിന്റെയും തന്നെ ഒരു ഫങ്ഷണാലിറ്റിയാണ് ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരൊരു ആത്മീയതയോട് നമുക്ക് യോജിപ്പുണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനും ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ ഫങ്ഷനും നമ്മുടെ മെറ്റീരിയൽ ബോഡി ആയിട്ട് യോജിക്കുമ്പോൾ അതിന് കൂടുതൽ ഒരു വികാസം ഉണ്ടാവും, കൂടുതൽ ഒരു നന്മയിൽ അധിഷ്ഠിതമായ ഒരു നമ്മൾ പറയാവുന്ന ഒരു ഏകീകരണത്തിന്റെ, മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ളതിന്റെ ഒരു ഏകീകരണത്തിന്റെ ഭാവം ഉണ്ടാവും എന്നുള്ളത്. അതില് എനിക്ക് സന്തോഷിയോട് ഒരു സംശയമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്ക് ഈ പറഞ്ഞ ആത്മീയത എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിലും, ഏതുതരം ആത്മീയതയായാലും, മതത്തിന്റെ ആയാലോ ദൈവവിശ്വാസത്തിൻ്റെതായാലോ, അല്ലെങ്കിൽ ഇപ്പൊ സന്തോഷി പറഞ്ഞ ആത്മീയതയോ ഇല്ലെങ്കിലും ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഭൗതികമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഭൗതികമല്ലാതെ ഒരാൾക്ക് ജീവിക്കാനും പറ്റില്ല. ഈ ആത്മീയത മാത്രം വെച്ചിട്ട് ഒരാൾക്കേ പറ്റില്ല. കാരണം അയാൾ ഭൗതികമായല്ലേ ചെയ്യേണ്ടി വരും, അല്ലെ? അതായത് ഭക്ഷണി വരും, ബാക്കിയുള്ള ജീവിത പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും, ഉണ്ണണം, ഉറങ്ങണം, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഭൗതികമായ എല്ലാ ഫംഗ്ഷനും ഒരാൾക്ക് അത്യാവശ്യമാണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ആത്മീയതയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ജീവിച്ചു പോകാൻ പറ്റും. ഇനിയിപ്പോ അതല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ഇപ്പൊ ഒരാളുടെ ഒരു ബിസിനസ്സുകാരനാണ്, അയാൾ ആത്മീയതയെ കുറിച്ച്, ഒരുതരം ആത്മീയതയെ കുറിച്ചും ബോധേടല്ലെങ്കിലും അയാൾ ആ സാധനം കൃത്യമായിട്ട് ചെയ്യാൻ അയാൾക്ക് ഭൗതികമായിട്ട് സുഖമസുന്ദരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും, അല്ലെ? അപ്പം ഒരാൾ ഈ പറഞ്ഞ ആത്മീയതയിലേക്ക് എത്തേണ്ട ആവശ്യം എന്താണെന്നുള്ള ചോദ്യമാണ്. ഞാനതൊരു ചിന്തയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് കേട്ടോ, തർക്കത്തിന് വേണ്ടി ചോദിക്കുകയല്ല, ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഉണ്ടാവാം ഈ സംശയം. ഞാൻ ചോദിക്കുന്നത് എന്താ, ഇപ്പൊ ഈ ആത്മീയത ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇപ്പോ നമ്മളെ മാഷുണ്ടല്ലോ, ബാലകൃഷ്ണ മാഷ് വേണേ പറയും യോഗ വേണം ജീവിക്കാൻ. നമുക്കറിയാം യോഗ ഇല്ലെങ്കിൽ ജീവിക്കാൻ ഒരു കുഴപ്പമില്ല, അല്ലെ? ഞാൻ യോഗ ചെയ്യാതെ ജീവിക്കുന്നുണ്ട്. എനിക്ക് യോഗ കൊണ്ട് ഗുണമുള്ളതെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, തെറ്റോ ശരിയോ എന്നുള്ളതല്ല പറയുന്നത്. അപ്പം ഈ സാധനം തെറ്റായാലും ശരിയായാലും അല്ലെങ്കിലും ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ ഭൗതികത ഇല്ലാതെ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ ഇത് കേൾക്കണമെങ്കിൽ പോലും ഞാന് ഫോണ് വേണം, ഫോണിൽ ഇന്റർനെറ്റ് വേണം, ഇന്റർനെറ്റിനെ ഞാൻ ചാർജ് ചെയ്യണം, അതിനുള്ള ധനം ഞാൻ കൊടുക്കണം, എങ്കിലേ എനിക്കിത് കേൾക്കാൻ പോലും പറ്റും, അല്ലെ? അപ്പോ അത് അവിടെ ആ സ്പിരിച്വാലിറ്റി ഇല്ലെങ്കിലൊന്നും ഇതിനൊരു പ്രശ്നമില്ല. അപ്പോ ഇത് അറിയുന്നതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് എല്ലാത്തിനോടൊരു സമചിത്തതയോടുകൂടെയുള്ള കാര്യങ്ങൾക്ക് വികാസം ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എന്തിനൊരാൾ ഇതിലേക്ക് വരണം എന്നുള്ളൊരു ചോദ്യം, അതൊന്ന് വിശദീകരിച്ചാൽ മതി. ഏതായാലും വളരെ സന്തോഷം. ഈ പരിപാടി മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ലാനുള്ള സങ്കടമുണ്ട്. പക്ഷെ അവസാനം പങ്കുചേട്ടനായിട്ടുള്ള ആ ഒരു തുടക്കത്തിൽ പങ്കുചേട്ടന്റെ ശബ്ദത്തിലാണ് ഞാൻ കയറിയത്.
ഓക്കെ. അപ്പോൾ ഇവിടെ ആത്മീയതയാണ് വിഷയം എന്ന് മനസ്സിലായി. ആത്മീയതയെ പറ്റി രണ്ടഭിപ്രായം ഞാൻ കേട്ടു. ഒന്ന് പങ്കുചേട്ടന്റെ പിന്നെ ഖണ്ഡനമായ ഒരു വിമർശനവും, അതേപോലെ തന്നെ നമ്മുടെ റാബിയമ്മയുടെ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു അഭിപ്രായവും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു സ്പേസ് എനിക്കുണ്ടെന്ന് തോന്നുന്നു. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ഭൗതികവാദികൾക്ക് ആത്മീയത ഇല്ല എന്ന് വിശ്വസിക്കുന്നത് എനിക്ക് വിഷമമുള്ള കാര്യമാണ്. ഭൗതികവാദിയും ആത്മീയത ഉള്ളവരാണ്, ആത്മീയവാദിയല്ല എന്നാണ്. ഈ വാദിക്കുന്നതാണ് പ്രശ്നം. ആത്മീയത മനുഷ്യനിലുള്ളതാണ്. അത് മനുഷ്യന് മാത്രമേ അത് പ്രകടമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ജീവികൾക്ക് അതിലപ്പുറം വിവേകം എന്ന് പറയുന്ന ഒരു കാര്യം ഉദിക്കുമ്പോഴാണ് അത്തരം തലങ്ങളിലേക്ക് പോകാൻ പറ്റുക. താനും മറ്റുള്ളവരും പങ്കാളിത്തം ഉള്ളവരാണ്, കൂട്ടായ്മ ഉള്ളവരാണ്. തന്നെ പരിഗണിക്കും പോലെ തന്നെ മറ്റുള്ളവരെ പരിഗണിക്കണം. അത് താനും മറ്റുള്ളവരെ ആ ചുറ്റുപാടും എല്ലാം ഉണ്ടാവുന്ന ഒരവസ്ഥ. അപ്പോൾ അവർക്ക് ഒക്കെ സൗഖ്യം കിട്ടണം, സ്വാസ്ഥ്യം കിട്ടണം, ക്ഷേമം കിട്ടണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവർ ഭൗതികവാദിയാണെന്ന് പറഞ്ഞാലും അവർ ആത്മീയത ഉള്ളവരാണ്. ആത്മീയത അവരെന്ന് പറഞ്ഞേക്കുണ്ട്. അപ്പൊ എനിക്ക് കൃഷ്ണപിള്ളേനെ പറ്റി പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അദ്ദേഹം ഒരു ആത്മീയവാദി ആത്മീയത ഇല്ലാത്ത ആളെന്ന് പറയാൻ പറ്റിയ? EMSനെ എങ്ങനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുക? മാർക്സിനെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? മാർക്സ് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത് അവിടെ ആ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു അനീതിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കാലം തന്റെ ഭാര്യയും മക്കളെയും പോലും പരിഗണിക്കാതെ ആ ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്. അദ്ദേഹം ആത്മീയവാദിയല്ല, ഭൗതികവാദിയാണ്. പക്ഷെ അദ്ദേഹം ആത്മീയത ഉള്ള വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഉള്ള ഒരു ആത്മീയതയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. അതല്ലാതെ ക്ഷേത്രത്തിൽ പോവുക, ക്ഷേത്ര ദർശനം നടത്തുക, അല്ലെങ്കിൽ വേദങ്ങളിൽ മനസ്സിലാക്കുക, വേദങ്ങളിലൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ യോഗം എന്നുള്ള നമ്മുടെ പിന്നെ യോഗത്തിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് ഈ പറഞ്ഞ ചിലപ്പോൾ മാർക്സിന്റെ ലെവൽ പോലും നമുക്ക് അങ്ങനെ കാണാം. യോഗം എന്ന് പറഞ്ഞ ചർച്ചയാണ്. ആ ചർച്ച ഞാൻ പറഞ്ഞ ആത്മീയതയിൽ ഉണ്ട്. ഇതാണ് എനിക്ക് ചുരുക്കി പറഞ്ഞാല് പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞത് നമ്മൾ ഈ സമയം ചിലവഴിക്കണം തോന്നുന്നു. ഇനി പങ്കുചേട്ടന് കൊടുക്കാൻ മറുപടി വിശദീകരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് ബാക്കികൾ മനസ്സിലാക്കാം. അല്ലെ, ഞാനൊരു ആഴ്ചയായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ ബ്രെയിൻ ക്യാമ്പിനാണ് 10-ാം തീയതിയത്തെ. അപ്പൊ അത് എന്നെ ഇതിലേക്ക് അടുപ്പിച്ചു. ഈ ആശയം വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കി. അതില് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഴയ ഒരു വീഡിയോ ഞാൻ കണ്ടു. പിന്നെ ഈ ചലയോഗ എന്നുള്ളതിനെ പറ്റിയുള്ള അതെനിക്ക് വളരെ ഇഷ്ടമായി. അത് ഇഷ്ടമായി അവിടെ തന്നെ അനുഭവിച്ചതാണ്. ആ വീഡിയോ നന്നായി. അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നോടൊരിക്കൽ അവിടെ നിന്നൊരു ചെറിയൊരു വാഗ്വാദം അല്ലെങ്കിൽ തർക്കവും ഉണ്ടായത് തർക്കിക്കാൻ വേണ്ടിയാണെന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുന്ന കൊത്തുന്നൊരു സ്വഭാവം സന്തോഷമുണ്ട്. അതൊരു മുൻധാരണയിൽ വന്ന് കൊളുത്തിയതായിരിക്കാം. അതാണ് പതഞ്ജലി അവിടെ ഒരു ഇഷ്യൂ ആയി മാറിയത് എന്ന് തോന്നുന്നത്. അതേസമയത്ത് പതഞ്ജലിയെ വളരെ അംഗീകരിച്ചുകൊണ്ടാണ് 1 കൊല്ലം മുമ്പ് നടത്തിയിരിക്കുന്ന ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോ പിന്നീട് അവിടുന്ന് പറഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹം എന്നപ്പോ പതഞ്ജലിയോട് ഇത്ര വിരോധം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് പതഞ്ജലിയോടുള്ള വിരോധം അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റാരോടുള്ള വിരോധമല്ല, മറ്റാരോടുള്ള വിയോജിപ്പോ അതല്ലെങ്കിൽ ആ ഒരു പിന്നെ അസ്വസ്ഥത, നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോഴാണ് അതൊരു പ്രകടന രൂപമായി മാറുക. അതിന് പ്രകടനമായിരുന്നു എന്ന് ബോധ്യമായി. ഏതായാലും ഇതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ആ സ്വാഭാവികത ഉൾക്കൊള്ളുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സംവാദങ്ങളൊക്കെ കേൾക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു. ഞാന് ബാലകൃഷ്ണൻ മാഷ്ക്കുള്ള ഒരു ചെറിയ മറുപടി പറഞ്ഞിട്ട് ഞാൻ പങ്കാളിന്റെ ഇതിലേക്ക് പോവാം. ഈ പതഞ്ജലി യോഗത്തെ പകർത്തുന്നതിനേക്കാളും കൂടുതൽ ആഴത്തിൽ പകർത്തിയത് സാഖ്യത്തെയാണ്. തിരുമന്ദിരത്തിൽ നിന്ന് സാഖ്യത്തിന്റെ ആ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, ആ തിരുമന്ദിരത്തിലുള്ള സാഖ്യത്തിന്റെ പശ്ചാത്തലം ഉണ്ടല്ലോ, സത്യത്തിൽ അതാണ് ഒളിമ്പസിന്റെ ബേസ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. സാഖ്യാണ് ബേസ് എന്ന് പറയുന്നത്. അത് സാഖ്യത്തെ കുറിച്ച് അല്ലെ, സാഖ്യൻ എന്ന രീതിയിൽ, സാഖ്യകാരൻ എന്ന രീതിയിൽ പതഞ്ജലി തന്നെയാണല്ലോ സാഖ്യകാരന്. അവിടെ ഒന്ന് ഭക്തിയുടെ രൂപത്തിൽ പറഞ്ഞു, ഒന്ന് യുക്തിയുടെ രൂപത്തിൽ പറഞ്ഞു.
അപ്പോ ഇത് രണ്ടും എടുത്തിട്ടുള്ളത് തിരുമന്ദിരത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു മറ്റേ സിദ്ധ സമ്പ്രദായത്തിൽ നിന്നാണ്. ഈ എടുത്ത ആ ഉറവിടമുണ്ടല്ലോ, അത് തന്നെയാണ് ഒളിമ്പസിന്റെ ആധാരം. ഓക്കെ, ഇനി പങ്കേട്ടനുള്ള മറുപടി സത്യത്തിൽ ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞു കഴിഞ്ഞു. അതാണ് അതിലെ കാര്യം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ധ്യാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വിശദീകരണം ഉണ്ട്. ബോധപൂർവമുള്ള ഉറക്കമാണ് ധ്യാനം, ബോധം ഇല്ലാതെയുള്ള ധ്യാനമാണ് ഉറക്കം. രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ രണ്ട് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ഭൗതികതയുടെ പ്രവർത്തനങ്ങളുടെ പുറകിൽ, ഭൗതികമായി എന്തും പ്രവർത്തിക്കുന്നതിന്റെ പുറകിൽ ഒരു ഫിനോമിനാലിറ്റി ഉണ്ട്, ഒരു പ്രാതിഭാസികതയുണ്ട്. ഈ പ്രാതിഭാസികത കേവല ഭൗതിക രൂപത്തിൽ കാണുന്ന സമയത്ത്, കേവല ഭൗതിക രൂപം എന്ന് വെച്ചാൽ അതൊരു മൃതവസ്തുവിന്റെ പ്രവർത്തനമായിട്ട് കാണുന്ന സമയത്ത് അതിനെ പ്രതിഭാസം എന്ന് വിളിക്കാം. അതൊരു ജീവന്റെ സ്ഥലത്ത് പ്രയോഗിക്കുന്ന സമയത്ത് അത് ആത്മീയം എന്ന് വിളിക്കാം, ജൈവികം എന്ന് വിളിക്കാം. അതിന് ബോധവും മൂല്യങ്ങളും നിറഞ്ഞിരിക്കുന്ന സമയത്ത് ആത്മീയം എന്ന് വിളിക്കാം. അപ്പൊ പ്രാതിഭാസികം, ജൈവികം, ആത്മീകം എന്ന് പറയുന്ന 3 തലങ്ങള് നമ്മൾ എവിടെ വെച്ച് ഇതിനെ വിളിക്കുന്നു അതേയുള്ള വ്യത്യാസം. ഭൗതികവാദി വാദിക്കുന്നത് കൊണ്ടാണ് ഈ ആത്മീയത അവൻ പറയാത്തത്, അതിനെ അനുകൂലിക്കാത്തത്, അത്രയേ ഉള്ളൂ. അയാൾ ഉപയോഗിക്കുന്നത് ഏതേ സാധനമാണ്. ആത്മീയവാദി ഭൗതികതയെക്കുറിച്ച്, ഭൗതികത ഉപയോഗിക്കുകയും എന്നാൽ അതിനെ മുഴുവൻ എതിർക്കുകയും ചെയ്യും ആത്മീയവാദി. നമ്മുടെ പ്രശ്നം വാദമാണ്. വാദത്തെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ 3 അതായത് ഭൗതികതയുടെ കാര്യത്തിലാണെങ്കിലും ജൈവികതയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ആത്മീയതയുടെ കാര്യത്തിൽ ഒരേ കാര്യമാണ്. പിന്നെ നമ്മൾ പ്രാദേശികമായ ഒരു അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ പ്രകൃത്യാത്മീയത പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി തത്വശാസ്ത്രം പറയുന്നത് വെച്ചാൽ പ്രപഞ്ചം മുതൽ അതിനകത്തുള്ള സർവ്വതും ജൈവികമാണ് എന്നുള്ളതാണ്. എല്ലാത്തിനും ജീവനുണ്ട്, അതായത് സ്വയം നിർദ്ധാരണ ശേഷിയുണ്ട്. സ്വയം നിർദ്ധാരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബോധമാണ് എന്ന് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്, അനുഭവിപ്പിക്കുന്നുമുണ്ട്. ആ ബോധാവസ്ഥയെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമുക്കതിനെ കുറച്ചുകൂടെ സവിശേഷമായ രീതിയിൽ അതിന് സവിശേഷത നൽകി, സൗന്ദര്യം നൽകി, ആദരം നൽകി ഒക്കെ വരുന്ന സമയത്ത് അതിനൊരു ആത്മീയ ഭാവം വരും. ഈ ആത്മീയ ഭാവം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് അതിനുണ്ട്. ഇനി ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാൾ ഇത് കൈകാര്യം ചെയ്യുന്നു. ഒരാൾ ഇപ്പോ ഒരു കടുത്ത ഭൗതികവാദി അല്ലെങ്കിൽ ഒരു ഭൗതികൻ, വാദമൊന്നുമില്ല, ഭൗതികൻ, അയാൾക്ക് വാദിക്കാനുള്ള സമയം പോലും ഇല്ല. അയാൾ വൃത്തിയായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പണം ഉണ്ടാകുന്നതിന്റെ ആൽഗരിതം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിനോമിനാലിറ്റിയാണ്. ഭൗതിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഊർജത്തെ, അത് വിഭവ രൂപത്തിലാണെങ്കിലും ശരി, പ്രേരണാ രൂപത്തിലാണെങ്കിലും ശരി, അതിനുള്ള ഊർജത്തെ ഒരു മൂല്യമായി കണ്ടുകൊണ്ട് അതിനെ ഒരു സങ്കല്പത്തിൽ ആരോപിച്ച് ആ ആരോപണത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നതിനാണ് കറൻസി എന്ന് പറയുക. ആ കറൻസി ഉപയോഗിച്ച്, മണി ഉപയോഗിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ നടത്തുമ്പോൾ അയാൾ ചെയ്യുന്നത് ആത്മീയ വിനിമയമാണ്. അത് ഇവിടെ ആത്മീയം എന്നല്ല എന്ന് പറയുന്നത്, അവിടെ ഊർജം എന്ന് പറയും. അവിടെ പ്രവർത്തിക്കുന്നത്, ഏട്ടൻ മൈക്കോൺ ചെയ്യാൻ ശ്രമിക്കുകയാണോ? തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ശരി. അപ്പോ ഇത് അവിടെ ആ പ്രദേശത്ത്, ആ ലോക്കാലിറ്റിയിൽ നമ്മൾ പറയുന്നത് അതിനെ പണത്തിന്റെ വിനിമയം അല്ലെങ്കിൽ ഊർജ വിനിമയം എന്ന് പറയും. പണം എന്ന് പറയുന്നിടത്ത് പലരും ഊർജം എന്ന് പോലും ഉപയോഗിക്കാറില്ല. പണം ഊർജമാണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. പണം എന്ന് പറയുന്നത് ഫിനോമിനാലിറ്റിയാണ്, ഊർജമാണ്. ഊർജം ഫിനോമിനാലിറ്റിയാണ്. ആ ഫിനോമിനൻ എന്ന് പറയുന്ന ഒരവസ്ഥയെ കുറച്ചുകൂടി ഇപ്പുറത്തുനിന്ന് മാറി നോക്കുന്ന സമയത്ത് പണത്തിന് ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമിക്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഭൗതികമായി ഈ സംഭവത്തെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവിടെയും സ്വയം നിർദ്ധാരണ സംവിധാനം അതിനകത്ത് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ പ്രകൃതിയുടെ ആ ഒരു സ്വയം നിർദ്ധാരണ പ്രവർത്തനത്തെ മാനും പുലിയും കളിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇതേ പ്രവർത്തനം പണം എന്ന് പറയുന്ന ഇടത്ത് നമുക്ക് കാണാൻ പറ്റും. പണം എന്നുള്ളത് കറൻസി എന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇടത്തും ഇതിന് ആധാരമാകുന്നത് വിഭവങ്ങളാണ്, വിഭവങ്ങളുടെ ആകത്തുകയാണ്. ഇവ തമ്മിലുള്ള കയറ്റിറക്കങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒഴുക്കുമൊക്കെയാണ്. ആ ഒഴുക്കിനെ, അതിനൊരു മൂല്യം സങ്കല്പിച്ച് ഒരിടത്ത് ആരോപിച്ച ആരോപണത്തിന്റെ ഒഴുക്കിനെ നമ്മൾ കറൻസി എന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും ഈ സാധനമാണ് ഫിനോമിനാലിറ്റി പ്രവർത്തിക്കുന്നു. അത് ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജീവൻ, അത് ഈ ജൈവമണ്ഡലത്തിൽ ആവാസ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് നമ്മൾ ആത്മം എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ ആത്മീയത തന്നെയാണ് അവിടെ ഒരു ഭൗതികൻ ഉപയോഗിക്കുന്നത്. അയാൾ ആത്മീയം എന്നതിന് വിളിക്കുന്നില്ല, അറിയുന്നില്ല. അത്രയേ ഉള്ളൂ.
ഇത് കാര്യം ഒരേ കാര്യം തന്നെയാണ്. അതായത് ധ്യാനത്തിന്റെയും ഉറക്കത്തിന്റെയും കാര്യം പറഞ്ഞതുപോലെ പ്രതിഭാസങ്ങളും ജൈവികതയും ആത്മീയതയും ഒന്ന് തന്നെ. മൂന്നിടങ്ങളിൽ മൂന്ന് പേരിട്ട് വിളിക്കുന്നു, മൂന്ന് ഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ പരിമിതിയാണ്. അത് മൂന്നിനെയും ഒന്ന് തന്നെയാണ്, മൂന്ന് ഏരിയയിൽ ആ ഒന്ന് തന്നെ മൂന്ന് രൂപത്തിൽ പ്രകടമാകുന്നു എന്നതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ നിധി ദേവതയുടെ ഒരു നാടകം. വയലുഴുന്ന സമയത്ത് ഒരു നിധി പേടകം കിട്ടുന്നു. അപ്പോ കർഷക തൊഴിലാളി ആ പേടകം തുറക്കുമ്പോൾ ഒരു നിധി ദേവത ഇങ്ങനെ മുകളിലേക്ക് വരുന്നു. അപ്പോ വലതുവശത്ത്, സ്റ്റേജിന്റെ വലതുവശത്ത് വരമ്പില് മുതലാളിമാർ നിൽക്കുന്നുണ്ട്. ഇടതുവശത്ത് താഴെ ഈ കർഷക തൊഴിലാളിയുടെ ബന്ധുക്കൾ, കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നോക്കുന്ന സമയത്ത് ഈ നിധി ദേവതയ്ക്ക് ചുവന്ന പ്രകാശമാണ്. ഇവിടുന്ന് ഇങ്ങനെ ചുവന്ന പ്രകാശം അടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പുറത്തുനിന്നത് ശുഭ്രമായിട്ടുള്ള ആ വെളുത്ത പ്രകാശം അടിക്കുകയാണ്. അപ്പൊ ആ ചുവന്ന പ്രകാശത്തിൽ ഇതിന്റെ ഓരോ മാലയും എല്ലാം ഇങ്ങനെ തിളങ്ങുന്നു. മറ്റേത് ചുവപ്പാണ് തിളങ്ങുന്നത്. ഇത് കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. രണ്ട് കാഴ്ചയിൽ ഇത് കാണുന്ന സമയത്ത് രണ്ടിനും രണ്ട് ഭാവങ്ങൾ വരുന്നു. അപ്പൊ അതുപോലെ ഭൗതികതയും ആത്മീയതയും, ആത്മീയത, അതുപോലെ തന്നെ പ്രാതിഭാസികത എന്നൊക്കെ പറയുന്നത്, ആത്മീയ രൂപം, ജൈവിക രൂപം, പ്രതിഭാസ രൂപം എന്ന് പറയുന്ന ആ മൂന്ന് ഇടങ്ങളിൽ നിൽക്കുന്നു. മൂന്നും ഒന്ന് തന്നെയാണ്. മൂന്ന് പേരിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭൗതികനും ആത്മീയത അറിയണമെന്നില്ല, പക്ഷെ അവനത് ഉപയോഗിക്കും. അവനങ്ങനെ വിളിക്കണം എന്നില്ല, അത് ഉപയോഗിക്കും. കാരണം അവൻ പണം ഉപയോഗിക്കുന്നുണ്ട്. പണത്തിന്റെ, എക്കണോമിക്സിന്റെ എല്ലാ സിദ്ധാന്തങ്ങളും അവൻ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും നല്ല ബിസിനസ്സുകാർ ആയിട്ടുള്ള പലർക്കും എക്കണോമിക്സിന്റെ തിയറി ഒന്നും അറിയില്ല. അവനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ അതങ്ങ് വർക്ക് ചെയ്യും. ഇപ്പോ ചിലർക്ക് ആരോഗ്യശാസ്ത്രത്തെ കുറിച്ച് അറിയുന്നല്ലോ, നല്ല ചിട്ടയായിട്ടുള്ള ജീവിതമായിരിക്കും, ആരോഗ്യത്തോടെ അയാൾ ജീവിക്കും. ചിലരുണ്ട് ഇപ്പോ നാട്ടിൻപുറത്ത് ഈ വേദങ്ങളോ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സർവ്വജീവജാലങ്ങളോടും കരുണയോടും വാത്സല്യത്തോടും ആദരവോടും കൂടി ജീവിക്കുന്ന അമ്മൂമ്മമാരെ കാണാൻ പറ്റും. അവരിലുള്ളത്ര ആത്മീയത പഠിപ്പിക്കാൻ നടക്കുന്ന ഒരുത്തനും ഉണ്ടാവില്ല. അപ്പൊ ഇത് മൂന്നും ഒരേ സാധനമാണ്. ഇതിന് നമ്മൾ കുറച്ചുകൂടെ മൂല്യവും സൗന്ദര്യവും വികാരവും ഒക്കെ നൽകുന്ന സമയത്ത് ആത്മീയം എന്ന് വിളിക്കപ്പെടുന്നു. അത് അല്ലാത്ത സമയത്ത് വെറും പ്രതിഭാസമായിട്ട് അറിയപ്പെടുന്നു. അത്രയേ ഉള്ളൂ. കാര്യം ഒന്നും തന്നെ. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ആത്മീയ ബോധ്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചം വരുമല്ലോ എന്നുള്ളതാണ്. അറിഞ്ഞുപയോഗിക്കുക, അപ്പോ കുറച്ചുകൂടെ മെച്ചം വരും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആ ഒരു രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡീപ്പ് ഇക്കോളജി എന്നുള്ളതാണ്. അതായത് ഷാലോ ഇക്കോളജി, എല്ലാത്തിന്റെയും ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു മരം കാണുമ്പോൾ മരം വിറ്റാൽ എത്ര രൂപ കിട്ടുന്നത് ചിന്തിക്കുന്നത് ഷാലോ ഇക്കോളജി. ആ മരത്തിനും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് ഡീപ്പ് ഇക്കോളജി. ആ മരത്തെയും ആദരവോടെ കാണണമെന്ന് പറയുന്നത് റെഫറൻഷ്യൽ ഇക്കോളജി. നമ്മുടെ ഒളിമ്പസിന്റെ പഠനങ്ങളിലൂടെ നമ്മളൊരു വ്യക്തിയെ എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ റെഫറൻസിലേക്കാണ്, ആദരവിലേക്കാണ്. അതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനു മുമ്പുള്ള സ്റ്റേജ് ആയിട്ട് നമ്മൾ പെടാറുണ്ട് പലപ്പോഴും. അത് ഭക്തിയുടെ ഒരു രൂപമാണ്. അത് നമ്മൾ ഈ ഗയ്യ കോൺഷ്യസ്നെസ് വഴിയൊക്കെ നമ്മൾ എത്തിക്കുന്നത് ആ വഴിയാണ്. അതായത് എനിക്ക് എന്റെ മുന്നിലുള്ള ഒരു വ്യക്തിയോട് തോന്നേണ്ടത് ആദരവും ഒപ്പം ഭക്തിയുമാണ്. എനിക്ക് പങ്കേട്ടൻ എന്ന് പറയുന്ന അടുത്ത ഭൗതികവാദിയായ യുക്തിവാദി ഞാൻ വിളിച്ചത് നിങ്ങൾ എന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് വേണ്ട, കടുത്ത റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് എനിക്ക് തോന്നുന്നത് ആദരവും ഭക്തിയുമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ പരിപാടി കഴിഞ്ഞ് വന്നിട്ടുള്ളതിൽ ഏറ്റവും റാഷണലിസ്റ്റ് ആയിട്ടുള്ള ഈ പങ്കേട്ടനാണ് ഇതിൽ ഏറ്റവും സ്പിരിച്വൽ ആയിട്ടുള്ള ആളെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പറച്ചിലിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് തോന്നിയ ആദരവും ഭക്തിയുമാണ്. ഇത് നമ്മുടെ ഈ സിസ്റ്റത്തിലെ അല്ല എന്ന് നമുക്ക് തോന്നുന്ന ആളുകളിൽ നോക്കിയാൽ അവിടെ ഈ സാധനം കാണാൻ പറ്റും. അപ്പോ അതാണ് ഇതിന്റെ ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത്, അതായത് ഒളിമ്പസ് മുന്നോട്ട് വെക്കുന്ന ആത്മീയത ഇതാണ്. പിന്നെ ആത്മീയത എന്ന് പറഞ്ഞാലേ പലരും ശ്രദ്ധിക്കുള്ളൂ. അതേസമയം നിങ്ങളെല്ലാം പ്രാതിഭാസികരാകണം എന്ന് പറഞ്ഞാല് ഒരുത്തനും മനസ്സിലാവില്ല. ആത്മീയത പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും, ക്ലിക്കാവും, നിപ്പിൽ ക്ലിക്കാവും. പിന്നെ പ്രാതിഭാസികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള സാധനം ആണ്. ഇപ്പൊ ഒരു മാഗ്നറ്റ് വെക്കുന്നു, അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാന്തികതയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. വെറും കാന്തികതയാണോ? അല്ല. ഇപ്പൊ പ്രാണനെ കുറിച്ച് പറയുന്നത്, പ്രാണൻ ഓക്സിജൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അയണൈസ്ഡ് ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്നു, നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ വെളിയിലേക്ക് കടന്നു, ഊർജ്ജ സഞ്ചാലനം നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ആ ഊർജ്ജ പ്രസരണമാണ് പ്രാണൻ എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ഞാൻ ഒരിടത്ത് കേട്ടു. യോഗ അധ്യാപകരാണ് ഇത് പറഞ്ഞത്. പ്രാണൻ എന്ന് പറയുന്നത് ഊർജം മാത്രമല്ല, അത് എനർജി വിത്ത് കോൺഷ്യസ്നെസ് ആണ്, എനർജി വിത്ത് ഇന്റലിജൻസ് ആണ്. ആ ബോധത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ പ്രജ്ഞയോട് കൂടിയുള്ള ബോധപ്രവാഹത്തെ
പ്രജ്ഞയോട് കൂടിയുള്ള ഊർജ്ജപ്രവാഹത്തെയാണ് പ്രാണൻ എന്ന് വിളിക്കേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ കാര്യത്തെയും അതിന്റെ സമ്പൂർണ്ണ മാനങ്ങളോടുകൂടി അറിയുമ്പോഴാണ് നമുക്കതിനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുക. ആത്മീയതയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഒളിമ്പസിന്റെ നിലപാട്. പങ്കേട്ടാ, ഇതാണ് എന്റെ ഉത്തരം.